ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ സ്ട്രോക്ക് പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചികിത്സാ രീതിയാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. ഫ്ലാസിഡിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആയിരിക്കും സ്ട്രോക്ക് വന്ന ഉടനെ ഈ പേഷ്യൻസിന് ഉണ്ടാവുക. അപ്പൊ ഈ ബലക്കുറവ് നമുക്ക് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അതായത് പുറത്തു നിന്നൊരു സ്റ്റിമുലസ് കൊടുക്കണം, ഒരു ഉത്തേജനം കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രിക് കറന്റ് ഉപയോഗിച്ച് ആ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഇത് ബേസിക്കലി വർക്ക് ചെയ്യുക. ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടി ബ്രെയിൻ പുതിയ രീതിയിലുള്ള നെർവ് കണക്ഷൻസ് എടുത്ത് അതിനെ ചെയ്യാൻ നോക്കും. അപ്പൊ നമുക്ക് എന്താണ് ഈ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്ന് നോക്കാം. വരും. ഇതാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ നമ്മൾ 2 ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആക്റ്റീവും ഒന്ന് ഇനാക്റ്റീവ് ആയിരിക്കും. നമ്മൾ മോട്ടോർ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് ഇത് വെക്കുക. എന്നിട്ട് ഏത് മൂവ്മെന്റ് ആണോ നമുക്ക് വേണ്ടത് ആ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ പല ടൈപ്പ് കറണ്ടുകൾ വരുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിവിടെ വോൾ ഫിസിയോയില് സ്പോർട്സ് ഇഞ്ചുറി കേസസും മറ്റേ ഓസ്റ്റിയോആർത്രൈറ്റിസ് കേസസും അങ്ങനത്തെ പല മസ്കുലോസ്കെലറ്റൽ കേസസും വരും. അപ്പൊ ആ കേസസിൽ നമ്മൾ വേദന കുറയ്ക്കാനായിട്ട് ഡിഫറെന്റ് വേറെ കറന്റ് ഫോംസ് യൂസ് ചെയ്യാറുണ്ട്, IFT, ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ സ്റ്റിമുലേഷന്റെ, അതായത് നമ്മൾ സ്ട്രോക്ക് പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറൊരു സോർട്ട് ഓഫ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ആണ് ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. അതായത് അത് നമുക്ക് രോഗിയെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നതിനൊപ്പം തന്നെ സ്റ്റിമുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഫങ്ഷണൽ മൂവ്മെന്റ്സിനെ ട്രെയിൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ വോൾ ഫിസിയോയിലെ ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട് സ്ട്രോക്ക് റിഹാബിനായിട്ട്. രോഗിയുടെ എല്ലാ തരത്തിലുള്ള ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാറ്.